So, good afternoon. Karthikeyan. Karthikeyan. ഹലോ. Yes, sir. സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. Yes, sir. Okay, so in our subject heat transfer and thermal machines, most of the portions are over. So let us have a discussion on the topic which I discussed in the previous classes. Some of the students are requested to have a discussion on these initial portions. So that's why I plan to have a discussion on the portions which are studied under module 1. Okay. So the subject heat transfer of machines, it is started with the three modes of heat transfer, and we know the three modes are conduction, convection, and radiation. So conduction and convection are the modes of energy transfer which require a medium. So conduction and convection here requires a medium for its transmission. What is radiation? No medium is required. No medium is required, and it is the fastest mode of energy transfer. Fastest. So that's one point I want to discuss with you. There is the one of the three modes. Conduction and convection here requires a medium, and both the conduction and convection can happen in solids and liquids. Liquids solids conduction, convection, solids conduction can happen both in solids and liquids. Liquids conduction possible ആണ്. ലിക്വിഡ്സ് കണ്ടക്ഷൻ പോസിബിൾ ആണെങ്കിൽ മോളിക്കുലാർ മൂവ്മെന്റ് വളരെ കുറവായിരിക്കും. അതാണ് റിക്വയർമെന്റ്. അതായത് ബൈ കൊളിഷൻ വഴി എനർജി ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ സോ ഇറ്റ് ബിക്കംസ് ഇൻ ലിക്വിഡ്സ് ദ എനർജി ട്രാൻസ്ഫർ ഈസ് ബൈ കണ്ടക്ഷൻ. അതുകൊണ്ടാണല്ലോ നസൽ നമ്പർ എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. നസൽ നമ്പർ ദ എക്സ്പ്രഷൻ ഈസ് എച്ച് എൽ ബൈ കെ. സോ ദിസ് ഈക്വൽ ടു എച്ച് എ. I am multiplying numerator and denominator by a delta t. So h into L into a delta t. A delta t by a into delta t. So we are making a rearrangement, that is h a delta t by a into delta t by L. So this again h delta t. Surya or Surya is there? Surya ഉണ്ടോ? സൂര്യ പറയൂ, എച്ച് ഡെൽറ്റ ടി എന്താണ്? എച്ച് ഡെൽറ്റ ടി എന്താണ്? റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കണ്ടക്ഷൻ ആണോ, റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കൺവെക്ഷൻ ആണോ? എച്ച് എ ഡെൽറ്റ ടി എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ convection. Rate of heat transfer by convection divided by a into delta t by L. Sanish ഉണ്ടോ? സനീഷ് എസ്. സനീഷ്. Hello, sir. സനീഷ് പറയൂ. കെ ഇൻറ്റു ഡെൽറ്റ ടി ബൈ എൽ ഈ എക്സ്പ്രഷൻ എവിടെയെങ്കിലും കണ്ടുപരിചയമുണ്ടോ? കെ ഇൻറ്റു ഡെൽറ്റ ടി ബൈ എൽ ഉണ്ടോ? ബേസ് എക്സ്പ്രഷൻ ആണ്. സനീഷ് പറയൂ. അല്ലെങ്കിൽ ഫോറിയല്ലോ എന്താന്ന് പറയൂ സനീഷ്.
കേൾക്കുന്നുണ്ടോ സനീഷ്? ഫ്ലോറിയല്ലോ? സനീഷ് കേൾക്കുന്നില്ല? സനീഷ് ആൻസർ ചെയ്തില്ലെങ്കിൽ ആബ്സെന്റ് മാർക്ക് ചെയ്യും. വെറുതെ ഓൺലൈൻ ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല. എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ്. സനീഷ് ഇല്ലെന്നുണ്ടെങ്കിൽ ആബ്സെന്റ് മാർക്ക് ചെയ്യും. ഓക്കെ, സനീഷ് ആബ്സെന്റ് ടുഡേ. നിഹാൽ പറയൂ. K into delta T by L. Nihal Najib. Sir, ഇത് കണ്ടക്ഷന്റെ ഇക്വേഷൻ Yes, yes. Rate of heat transfer by conduction expression ആണ്. Conduction അതിന്റെ എക്സ്പ്രഷൻ ആണ് K into delta T by L എന്ന് പറയുന്നത്. So the ratio of Nusselt number, it is the ratio of rate of heat transfer by convection to the rate of heat transfer by conduction. അപ്പോൾ അതിന്റെ രണ്ട് റേഷ്യോ ആണ്. അത് എവിടെയാണ് വരുന്നത്? നസൽ നമ്പർ നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത് കൺവെക്ഷനിലാണ് അത് വരുന്നത്. കൺവെക്ഷൻ ആണ് വരുന്നത്. എത്രത്തോളം ഹീറ്റ് ബൈ കണ്ടക്ഷൻ ട്രാൻസ്ഫർ ചെയ്തു, എത്രത്തോളം ഹീറ്റ് ബൈ കൺവെക്ഷൻ ട്രാൻസ്ഫർ ചെയ്തു. സോ കണ്ടക്ഷൻ സോളിഡ്സിൽ മാത്രമല്ല ലിക്വിഡ്സിലും പോസിബിൾ ആണ്. പക്ഷെ കൺവെക്ഷൻ ഇറ്റ് ഈസ് ജനറലി ഹാപ്പൻ ലിക്വിഡ്സിലാണ് കൺവെക്ഷൻ ഹാപ്പൻ ചെയ്യുന്നത്. അപ്പോൾ കൺവെക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ മോളിക്കുലർ മൂവ്മെന്റ് ലാർജർ ബൾക്ക് മൂവ്മെന്റ് ആയിട്ടാണ്. അപ്പം ഇവിടെ ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. കണ്ടക്ഷനെ കുറിച്ചാണ് ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. കണ്ടക്ഷൻ ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് തെർമൽ എനർജി ടു എ മീഡിയം വിത്തൗട്ട് എനി ഫ്ലോ ഓഫ് മീഡിയം. ഇവിടെ മീഡിയത്തിന്റെ ഫ്ലോ ഉണ്ടാവില്ല. ഒരു അയൺ റോഡ്, ഒരു റോഡാണ്, ഒരു മെറ്റൽ റോഡാണ്. അതിനെ ഒന്നിട്ട് ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ മോളിക്കുലർ കൊളിഷൻ വഴിയാണ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത്. മോളിക്കുലർ, അതായത് അപ്രീഷ്യബിൾ മൂവ്മെന്റ് ഇല്ല. സോ ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് തെർമൽ എനർജി വിത്തൗട്ട് എനി ഫ്ലോ ഓഫ് മോളിക്യൂൾസ് ഓർ ആറ്റംസ് ഇൻ ദ മീഡിയം. ഓക്കെ, ഇപ്പൊ ഇവിടെ കണ്ടക്ഷൻ എന്നങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ ദ പാർട്ടിക്കിൾസ് ഓർ ആറ്റംസ് at the heated end vibrate vigorously. They collide with the neighboring particles and transfer their energy. So, ഒരു end heat ചെയ്യുമ്പോൾ so the molecules, nearby molecules vibrate vigorously and thereby energy it is transferred. See here in the next diagram you can see the red one. It is the atoms which got the energy, that's thermal energy. So due to the increased thermal energy, they vibrate vigorously and transferring that energy to the nearest or adjacent atoms or molecules. Okay, atoms are energized and vibration increases when it is supplied. So heat energy is transferring within the metal. Okay. So heat from the source is the causing of atoms of the solid to vibrate and gain kinetic energy. So they gain kinetic energy. So this is another network diagram of atoms. The one end it is heated, so they vibrate vigorously. So the yellow one, it is the cold particle, and red one is hot particle. So the energy is transferred from the hot end to the cold end. So there are two modes of, actually there are two mechanisms of energy transfer in conduction. Modes അല്ല, മെക്കാനിസം. രണ്ട് മെക്കാനിസം കണ്ടക്ഷനിൽ രണ്ട് മെക്കാനിസം വഴി എനർജി ട്രാൻസ്ഫർ ചെയ്യാം. അതിൽ ഒരു മെത്തേഡാണ് മോളിക്കുലർ വൈബ്രേഷൻ. മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്തിട്ട് എനർജി ട്രാൻസ്ഫർ ചെയ്യും. ഫിക്സഡ് ലാറ്റിസ് ആണ് പറയുക. ഫിക്സഡ് ലാറ്റിസ് എന്നുകൊണ്ട് അത് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ അതാണ് വൺ ഓഫ് ദി മെക്കാനിസം ഓഫ് കണ്ടക്ഷൻ. കണ്ടക്ഷൻ നടക്കുന്ന ഒരു മെക്കാനിസം അതാണ്. രണ്ടാമത്തെ മെക്കാനിസം വെച്ചാൽ ഇറ്റ് ഈസ് ദ ഡ്രിഫ്റ്റ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. അപ്പോൾ ആറ്റംസ് ദേ പോസസ്
a number of free electrons. ആറ്റത്തിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഫ്രീ ഇലക്ട്രോൺസിന്റെ ഡ്രിഫ്റ്റ് മൂവ്മെന്റ് കൊണ്ടും എനർജി ട്രാൻസ്ഫർ സോൾസിൽ നടക്കാം. അതാണ് രണ്ടാമത്തെ മെക്കാനിസം. സോ കണ്ടക്ഷൻ നടക്കണമെങ്കിൽ രണ്ട് പോസിബിലിറ്റീസ് ആണ് കണ്ടക്ഷൻ. സോ വൺ mechanism, it actually mechanism of conduction mechanism. One mechanism is lattice vibration. അതായത് മോളിക്യൂൾ ഫിക്സഡ് ലൊക്കേഷൻ വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് പറയുന്നത് ലാറ്റിസ് വൈബ്രേഷൻ മെക്കാനിസം ഓഫ് കണ്ടക്ഷൻ. രണ്ടാമത്തെ മെക്കാനിസം ആണ് ഡ്രിഫ്റ്റ് ഓഫ് free electrons. Free ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കൊണ്ടും കണ്ടക്ഷൻ ഹാപ്പൻ ചെയ്യണം. അപ്പോൾ കണ്ടക്ഷൻ നടക്കുന്ന രണ്ട് മെക്കാനിസം ആണ്. ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് എ ലാറ്റിസ് വൈബ്രേഷൻ. സെക്കൻഡ് വൺ ഈസ് ദ ഡ്രിഫ്റ്റ് ഓഫ് ദി ഫ്രീ ഇലക്ട്രോൺസ്. നമുക്കെല്ലാം അറിയാം, ഒരു ആറ്റം എടുത്ത് കഴിഞ്ഞാൽ കുറെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. സോ ദേ വിൽ പ്രൊസസ് ദ ഫ്രീ ഇലക്ട്രോൺസ്. ആ ഫ്രീ ഇലക്ട്രോൺസ് എനർജൈസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ മൂവ് ഫ്രം one location, that is from the hot side to the cold side. Okay. അപ്പോൾ രണ്ട് മെക്കാനിസം ആണ്. one mechanism is the lattice vibration and second mechanism it is the drift of free electrons. അപ്പോൾ ഇത് ചോദിക്കാറുണ്ട്. അപ്പോൾ മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ പറഞ്ഞു, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ ആണ്. ഇനി കണ്ടക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കണ്ടക്ഷൻ നടക്കുന്ന മെക്കാനിസം, എങ്ങനെയാണ് കണ്ടക്ഷൻ നടക്കുന്നത് എന്ന് വെച്ചാൽ there is one mechanism is lattice vibration and the second mechanism is the drift of the free electrons. Free electrons in a movement of conduction happen here. Okay, let us read that one. In all solids, thermal energy is transferred through the vibration and the collision of particles. However, in metals, due to the presence of free electrons, thermal energy is also spread throughout the electron diffusion. Electrons gain kinetic energy and move more rapidly. They collide with atoms with the polar parts of the metal and pass their energy in this process. Okay, so ഓർത്തിരിക്കുക, രണ്ട് മെക്കാനിസം, one is lattice vibration and second one is the drift of the free electrons. ഇനി ഈ ഫ്രീ ഇലക്ട്രോൺസിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് പറയാം മെറ്റൽസ് ആർ ഗുഡ് തെർമൽ കണ്ടക്ടേഴ്സ്. ഇപ്പൊ മെറ്റൽസ് ഒരു ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സും ആണ്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ പറയാം ദേ ആർ ഗുഡ് ഇൻ തെർമൽ എനർജി ട്രാൻസ്മിഷൻ. ദേ ആർ ഗുഡ് തെർമൽ കണ്ടക്ടേഴ്സ് ഓൾസോ. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി free electrons. There are delocalized electrons or free electrons in the metals. These free electrons can move freely throughout the metals. When heated, these free electrons gain kinetic energy and move from the hotter end to the colder end, carrying energy with them. This process is much faster than the conduction by the vibration of the molecule. നമ്മൾ രണ്ട് മോഡ് പറഞ്ഞു. ഒന്ന് വെച്ചാൽ ലാറ്റിസ് വൈബ്രേഷൻ ആണ്, രണ്ടാമത്തെ വെച്ചാൽ ഡ്രിഫ്റ്റ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആണ്. One second. Okay, sorry students. Pranav, hello. Pranav, കേൾക്കാമോ? പ്രണവ് കേൾക്കാൻ പറ്റുന്നുണ്ട് സാർ.
ഓക്കെ ഓക്കെ നമ്മൾ പറഞ്ഞു വെച്ചാൽ രണ്ട് മെക്കാനിസം വഴിയാണ് conduction happens ചെയ്യുന്നത്. One is by lattice vibration and second is drift of free electrons. അപ്പം ഫ്രീ ഇലക്ട്രോൺ ഡ്രിഫ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ മെറ്റൽസ് ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആണ്, അതോടൊപ്പം തന്നെ ഗുഡ് തെർമൽ കണ്ടക്ടേഴ്സും കൂടിയാണ്. ഇവിടെ തെർമൽ കണ്ടക്ഷൻ പോസിബിൾ ആക്കുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് ബൈ വിത്ത് യൂസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് രണ്ട് മെറ്റൽസ് എടുക്കാം. വൺ ഈസ് മെറ്റൽ and other is non-metal. രണ്ട് ഒബ്ജക്ട്സ് എടുക്കുന്നു. വൺ ഈസ് മെറ്റൽ, ഫോർ എക്സാമ്പിൾ അലുമിനിയം റോഡ് എടുക്കുന്നു. രണ്ടാമത്തെ നോൺ മെറ്റൽ വുഡ് എടുക്കുന്നു. വുഡ് ഇറ്റ് ഈസ് എ നോൺ മെറ്റൽ. അപ്പോൾ ഈ രണ്ട് ഒബ്ജക്ട്സൂടെ കമ്പയർ ചെയ്യുമ്പോൾ മെറ്റൽസിൽ ഫ്രീ ഇലക്ട്രോൺസിന്റെ ക്വാണ്ടിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ടിട്ട് metals are good conductors of heat. ഹീറ്റിന്റെ ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. അതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റി എടുത്തു കഴിഞ്ഞാലും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതും ഗുഡായിട്ടുള്ളത് മെറ്റൽസിലാണ്. സോ മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ബോത്ത് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി എന്ന് പറയാം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രീ ഇലക്ട്രോൺസ് ഇലക്ട്രിക്കൽ കണ്ടക്ഷനും പോസിബിൾ ആക്കുന്ന ഫ്രീ ഇലക്ട്രോണിന്റെ മൂവ്മെന്റാണ്. സോ ഫ്രീ ഇലക്ട്രോൺസ് ആണ് മെറ്റൽസിൽ കൂടുതലുള്ളത്. ആ ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഇവിടെ കണ്ടക്ഷൻ ഫാസ്റ്റർ ആയിട്ട് ക്യാരി ഔട്ട് ചെയ്യുന്നത്. സോ മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ബോത്ത് ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ്. നോൺ മെറ്റൽസിൽ ഈ നടക്കുന്ന ലാറ്റിസ് വൈബ്രേഷൻ, അതിന് ഡ്രിഫ്റ്റ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്, ഈ രണ്ട് മെക്കാനിസത്തിൽ നോൺ മെറ്റലിൽ നടക്കുന്ന മെക്കാനിസം എന്ന് പറയുന്നത് ലാറ്റിസ് വൈബ്രേഷൻ is the main mechanism in energy transmission, that is a heat transmission in metal. Sorry students, I'll share once again. Okay, sorry for that. Actually, the project evaluation for the final students is going on. I'm also in charge of conducting that. That's why I am receiving many calls from the students as a strategy. Sorry for that. Okay, so what we are discussing about the conduction in metals and non-metals. So in metal, the main mechanism it is the free electron movement.
free electron movement. It is responsible for the conduction in metals and non-metals. The main mode it is lattice vibration. Lattice vibration കൊണ്ടിട്ടാണ് നോൺ മെറ്റൽസിൽ കണ്ടക്ഷൻ പോസിബിൾ ആണ്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ഗേറ്റ് പോലത്തുള്ള എക്സാംസിൽ ചോദിക്കാറുള്ളതാണ്. In metals, what is the main mechanism of heat conduction? In non-metals, what is the main mechanism? Okay, so free electron movement ആണ് കണ്ടക്ഷൻ പോസിബിൾ ആവുന്നത് in metals, and lattice vibration it is the mechanism for heat conduction in non-metals. Again, അടുത്ത മെറ്റൽസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ there are pure metals and alloys. So pure metal and alloy. Pure metal and alloy. ഈ രണ്ടും എടുത്തു കഴിഞ്ഞാൽ ഏതിലായിരിക്കും എനർജി കണ്ടക്ഷൻ ബെറ്റർ ആയിട്ടുള്ളത്? ആർക്കെൽ പറയുന്നു? കാർത്തികേയൻ. കാർത്തികനുണ്ടോ അത് ഉറങ്ങാണോ? എസ് കാർത്തികേയൻ. കാർത്തികേയനില്ല? ആ, കാർത്തികേയൻ പറയൂ. നമ്മൾ പ്യുവർ മെറ്റൽ എടുക്കുന്നു, അലോയ്സ് എടുക്കുന്നു, ഏതിലായിരിക്കും ബെറ്റർ? നിങ്ങളുടെ ഒരു ഐഡിയ വെച്ച് പറയുകയാണെങ്കിൽ ഏതിലായിരിക്കും കണ്ടക്ഷൻ ബെറ്റർ ആയിട്ടുള്ളത്? പ്യുവർ മെറ്റലിലായിരിക്കും, അലോയിലായിരിക്കും? പ്യുവർ മെറ്റലാണ് കണ്ടക്ഷൻ. അതുകൊണ്ടാണ് നമ്മൾ അലുമിനിയം വയറുകൾ ഇവിടെ ഇലക്ട്രിക് കേബിളായിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കോപ്പർ വയർ. ബ്രാസ് അല്ലല്ലോ ഉപയോഗിക്കുന്നത്. ബ്രാസ് അലോയാണ്. ബ്രോൺസ് ഒരു അലോയാണ്. അപ്പം അലുമിനിയം, കോപ്പർ പോലുള്ള പ്യുവർ മെറ്റൽസ് ആണ് നമ്മൾ കണ്ടക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്യുവർ മെറ്റൽസിലാണ് ഫ്രീ ഇലക്ട്രോൺസിന്റെ ഡെൻസിറ്റി കൂടുതലുള്ളത്. അതുകൊണ്ട് പ്യുവർ മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ബോത്ത് ഇലക്ട്രിസിറ്റി ആസ് വെൽ ആസ് ഹീറ്റ്. അലോയ്സിലാണെങ്കിൽ അതിനകത്ത് എക്സ്റ്റേണൽ പാർട്ടിക്കിൾ ഉണ്ടാവും, അലോയിങ് എലമെന്റ്സ് ഉണ്ടാവും. സോ ദാറ്റ് വിൽ പ്രിവെന്റ് ദ മൂവ്മെന്റ് ഓഫ് ദ ഫ്രീ ഇലക്ട്രോൺസ്. സോ പ്യുവർ മെറ്റൽ പോലെ അത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കത്തില്ല കണ്ടക്ഷൻ ഇൻ ബോത്ത് conduction in alloys. So pure metals have good thermal conductivity. We thermal conductivity ആണ് യൂസ് ചെയ്യുന്നത്. Thermal conductivity, it is the ability of the material to conduct heat. So thermal conductivity of pure metals one second. Okay, sorry students, I'll wind up the class now and we'll have a detailed discussion in another class, maybe tomorrow. So, okay, I'll take the attendance later. So I have to. Okay, thank you. Thank you, sir.
എടാ അറ്റൻഡൻസ് എടുത്തോ?